ഇതില് കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൽ പ്രണയമുണ്ട്, യാത്രകളുണ്ട്. അപ്പൊ സാർ ഇത് എടുത്തിട്ട് സാറിന്റെ മനസ്സിൽ പെട്ടെന്ന് വരുന്നൊരു പാട്ട് അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ആദ്യത്തെ എടുത്തു. ഓ, പ്രണയം. സാറേ, അപ്പൊ നമുക്ക് പ്രണയത്തിൽ നിന്ന് തുടങ്ങാം അല്ലേ? പ്രണയത്തിൽ നിന്ന് തുടങ്ങാം. പ്രണയം എന്ന് പറയുമ്പോൾ എനിക്ക് പ്രണയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പടമായിരുന്നല്ലോ പ്രണയകാലം. പ്രണയകാലത്തില് ഒരു നല്ല പാട്ടുണ്ട്. ഒരു പുതിയ ഞാൻ ഒരുപാട് പ്രണയഗാനം ചെയ്തിട്ടുണ്ട്. പക്ഷേ എങ്കിലും അതിന്റെ വരികൾ ഇതേപ്പോൾ ഇവിടുന്ന് ഞാനൊരു ചെറിയ സഹായം അന്വേഷിച്ചിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു വേനൽ പുഴയിൽ തെളിനീരിൽ പുലരി തിളങ്ങി മൂകം ഇലകളിൽ പൂക്കളിലെഴുതി ഞാൻ ഇളവയിലായി നിന്നെ മേഘമായൻ താഴ്വരയിൽ താളമായൻ ആത്മാവിൽ നെഞ്ചിലാളും മൺചിരാതിൻ നാളം പോൽ നിന്നാലും നീ വേനൽ പുഴയിൽ തെളിനീരിൽ പുലരി തിളങ്ങി മൂകം. ഓ എന്റെ സാറേ, ആ ഫീലും ആ പാടിയ ഒരു ഒത്തിരി സന്തോഷം സാറേ. അപ്പം ഈ പ്രണയത്തിന്റെ ഈ പാട്ട് പാടിയല്ലോ, പെട്ടെന്ന് ഓർമ്മ വരുന്ന ഈ പാട്ടിന്റെ ഒന്ന് കാര്യങ്ങൾ പറയാമോ? ഇത് മറ്റേ ഉദയനാനന്ദൻ എന്ന് പറഞ്ഞ ഒരു പുതുമുഖ സംവിധായകൻ. അപ്പോൾ ഞാനും എൻ്റെ ട്യൂണിന് ആദ്യമായിട്ട് വരികൾ എഴുതുന്ന എനിക്ക് വേണ്ടി അദ്ദേഹം ആദ്യമായിട്ട് എഴുതിയത് ഈ പാട്ടാണ്. അദ്ദേഹത്തിൻ്റെ പേരാണ് റഫീഖ് അഹമ്മദ്. ഞാൻ പുള്ളിനെ കാണുന്നു. പുള്ളി അന്ന് മദ്രാസിലേക്ക് വന്നു. ഞാൻ മദ്രാസിലായിരുന്നു. അപ്പോൾ വരുന്നു. ഇതിൻ്റെ കമ്പോസിങ് വളരെ പാട്ടിനെ വളരെയധികം സ്നേഹിക്കുന്ന ഒരു സംവിധായകനാണ് ഉദയൻ. അങ്ങനെ ഞങ്ങൾ ഇതിൽ പല പാട്ടുകളും കമ്പോസ് ചെയ്തു. അവസാനം ഈ ഒരു പാട്ടാണ് അവസാനം വന്ന് നിൽക്കുന്ന ഈ ഒരു പാട്ടാണ്. അപ്പം ഇതിന് വരികൾ വേണം. ഇത് ഒരു പല ട്യൂണുകളും നമ്മൾ ആലോചിച്ചിട്ട് ഇങ്ങനെ വരേണ്ടായപ്പോൾ അതായത് മുഴുവൻ അങ്ങോട്ട് തൃപ്തി വരുന്നില്ല നമുക്ക്. കാരണം ടാര 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 അങ്ങനെ പാടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മനസ്സിലാവില്ല. വരികളുണ്ടെങ്കിലാണ് അത് എന്താണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞത്. എല്ലാ പാട്ടും അങ്ങനെ തന്നെയാണ്. വരികളില്ലെങ്കിൽ നമ്മൾ വരികൾ കേട്ടിട്ട് ട്യൂൺ നമ്മളുടെ മനസ്സിലേക്ക് കയറിയതിന് ശേഷം പിന്നെ വരികളില്ലാണ്ട് ട്യൂൺ പാടാം. പക്ഷെ ആദ്യമായിട്ട് വെറുതെ ഒരു ട്യൂൺ പാടി കഴിഞ്ഞാൽ അത് മനസ്സിലാവണമെന്നില്ല. അപ്പം ഇത് എന്തെങ്കിലും ഒരു ഡമ്മി. അപ്പം ഞാൻ എൻ്റെ ഒരു അസിസ്റ്റൻ്റ് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സുഹൃത്തിൻ്റെ ഒരു പയ്യനുണ്ട്, വിക്രം എന്ന് പറഞ്ഞിട്ട്. അവൻ തമിഴിൽ എന്തൊക്കെ പടങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ. അന്ന് ഇത് എത്ര വർഷമായാലും അറിയാലോ. അങ്ങനെ അവനിരുന്ന് പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പോൾ അവൻ അത്യാവശ്യം കുറേശ്ശെ തമിഴിൽ കവിതയല്ല പാട്ടുകൾ വരികളൊക്കെ എഴുതും. അപ്പം ഞാൻ ഈ ട്യൂൺ എഴുതി കൊടുത്തു. എന്നിട്ട് അവനോട് പറഞ്ഞൊന്ന് പ്രോഗ്രാം ചെയ്യാൻ പറഞ്ഞു, എന്തെങ്കിലും ഒരു ഋതമൊക്കെ ഇട്ടിട്ട്. അങ്ങനെ അവനാണ് അതിൻ്റെ ബേസിക് പ്രോഗ്രാമിങ് ചെയ്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞു ഇതാണ് മൂഡ്. അന്നതിന് ശേഷം സംവിധായകനെ വിളിച്ച് കേൾപ്പിക്കാമെന്ന് പറഞ്ഞു. ഒരു 2 മണിക്കൂർ ഞങ്ങൾ പുറത്തൊക്കെ പോയിരുന്നു വന്നിട്ട്. അപ്പം അവനെ വിളിച്ചു, അങ്കിളെ ഇതൊന്ന് കേട്ട് പാരുങ്ക എന്ന് പറഞ്ഞിട്ട് ഹെഡ്ഫോൺ കേട്ട് നോക്കിയപ്പോൾ ഞാൻ മറന്നുപോയി. തമിഴിലെ മനോഹരമായിട്ടുള്ള ലിറിക്സിൽ എഴുതിയ ഒരു ഗാനം. പിന്നീട് നമ്മൾ മലയാളീകരിച്ചാണ് നമ്മൾ കേൾക്കുന്നത്. പക്ഷെ അന്ന് കമ്പോസിങ്ങിന് വെറുതെ ടാരാരായ്ക്ക് പകരം ആ പയ്യന് ശരിക്കും അത്ര നന്നായിട്ടൊന്നും പാടില്ല. പക്ഷെ അവന്റെ ശബ്ദത്തില്, അവൻ ചെറിയ പയ്യനാണ്, അവൻ അന്ന് എനിക്ക് തോന്നുന്നു 17 വയസ്സുണ്ടാവും. അവൻ ആ പാട്ട് അവന്റെ കൊച്ചു വരികൾ എഴുതിയിട്ട് അവന് ഭയങ്കര ഇഷ്ടമായി. അതുകൊണ്ട് തന്നെ ആ ഈണത്തിന് അവൻ വരികളും എഴുതി. ഒരു പ്രണയം തന്നെയാണ്. ആ തമിഴിലുള്ള വരികൾ എഴുതി. ഈ സാധനം കേട്ടപ്പോൾ എനിക്ക് ബ്യൂട്ടിഫുൾ ആയിരിക്കുന്നു. ഈ തമിഴ് വരി ഇതന്നെ പോരെ ഈ പടത്തിന്, ഒരു സിറ്റുവേഷൻ മാറ്റാലോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഡയറക്ടറെ വിളിച്ചിട്ട് കഴിച്ചു. ഡയറക്ടറും ഭയങ്കര ഇഷ്ടമായി. പിന്നീടാണ് ഇതിൻ്റെ എഴുത്തിലേക്ക് മാറുന്നത്. അങ്ങനെയാണ് അതിലാണ് ഈ ഒരു വേനൽപ്പുഴ എന്ന് എഴുതി പോകുന്നത്. കണ്ട വഴിക്ക് ഞാൻ എന്താ പറയുക, നമുക്ക് എന്തോ ഒരു നിധി കിട്ടിയ പോലെയായി. കാരണം അത്രയും മനോഹരമായിട്ടുള്ള വരികൾ, അത് അതിമനോഹരമായിട്ട് വിഷ്വലൈസ് ചെയ്തു. നമ്മുടെ മറ്റേ എന്തെന്നാ നടൻ, അയാള് വാട്ട്സ് ഹിസ് നെയിം, അജ്മൽ എന്ത് മനോഹരമായിട്ടാണ് ആ പാട്ടിലല്ലേ. പുള്ളിയുടെ ആദ്യത്തെ പടമാണ്. പക്ഷെ എന്ത് പറയാ, ആ ഒരു സോങ്
അപ്പൊ പുള്ളി പറയുന്നത് ആ സോങ് എന്നെ അത്രമാത്രം ഇൻസ്പയർ ചെയ്തു, അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ അഭിനയിക്കാൻ പറ്റിയെന്നാണ് പുള്ളി പറയുന്നത്. സാറേ സമയം പോകുന്ന അറിയുന്നില്ലല്ലേ? സമയം പോകുന്നത് അറിഞ്ഞിട്ട് ശരിക്കും കാര്യമില്ലല്ലോ. ഇനിയും സാറേ, സാറിന് കുറെ ആരാധകരും ആരാധികമാരും ഉണ്ട്. അപ്പൊ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് സാറിന്റെ ഇന്റർവ്യൂ ആണെന്ന് അറിഞ്ഞപ്പം എന്റെ ഫ്രണ്ടും അതിലുപരി ഒരു മ്യൂസിക് ടീച്ചറും കൂടിയായ സെൽബി എന്ന് പറയുന്ന ഒരാൾ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ വിളിച്ചോട്ടെ? തീർച്ചയായിട്ടും. ഓക്കെ. നമസ്കാരം സാർ. നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് സാറിനെ കാണാൻ സാധിച്ചതിൽ, ഈ ഒരു വേദിയിൽ വരാൻ പറ്റിയതിൽ. ഓ ഗുഡ്. അപ്പം എന്താണ് യുവർ പ്രൊഫഷണലി? ഞാൻ സിംഗറാണ്, അതിനുപരി ഒരു മ്യൂസിക് ടീച്ചറാണ്. അപ്പം ഒരു പാട്ടുകാരി എന്നുള്ള രീതിയിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് സാറിന് മുമ്പിൽ വരാൻ സാധിച്ചതിൽ. അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മൂവിയാണ് ഒളിമ്പിൻ അന്തോണിയാദം. ആ മൂവിയിലെ നില പൈതൽ എന്നുള്ള പാട്ട് എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആണ്. അപ്പം അതിലെ 2 വരികൾ, അത് എൻ്റെ ഒരു സുഹൃത്താണ് ഭദ്രൻ, ഡയറക്ടർ. അദ്ദേഹം അതിമനോഹരമായിട്ട് പിക്ചറൈസ് ചെയ്തിട്ടുള്ള ഒരു പാട്ടാണ്. എനിക്കും ഭയങ്കര ഇഷ്ടം, എൻ്റെ ഫേവറേറ്റ് സോങ് തന്നെയാണ്. അത് ഭയങ്കര ഒരു ഫീലാണ് നമുക്ക് പാട്ട്. അതൊരു കൊച്ചുപയ്യൻ അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ അച്ഛനമ്മയും വേർപിരിഞ്ഞിട്ട് ഇവൻ്റെ ജീവിതത്തിൽ അവൻ്റെ ചെറുപ്പം മുഴുവൻ ഒരു ഭയങ്കര വികൃതിയായിട്ട് ഒരു അബ്നോർമലായിട്ട് ജീവിക്കുന്ന ഒരു കുട്ടിയാണ്. ഭയങ്കര ശല്യമാണ്, ടെററാണ് അവൻ. എന്തൊക്കെയോ ചെയ്യാന്നുള്ളത്. കാരണം അവൻ്റെ ആ ഇതിന്ന് അവന് കുട്ടിക്കാലത്ത് സ്നേഹം അച്ഛനമ്മമാരിൽ നിന്ന് കിട്ടാതെ എവിടെയൊക്കെ ബോർഡിംഗ് സ്കൂളിൽ പഠിക്കുക. അവരുടെ കാരണം പാരൻസ് ശരിയല്ല, അങ്ങനെ വളർത്തപ്പെട്ടൊരു കുട്ടിയാണ്. പക്ഷെ ആ കുട്ടീനെ ലാല് കയ്യിലെടുക്കുന്നതാണ്, അവനെ ആശ്വസിപ്പിക്കുന്നതാണ്. ബ്യൂട്ടിഫുൾ സിറ്റുവേഷൻ. ആരുമില്ലാത്ത സമയത്ത് ഒരു തുണയായി വന്നല്ലേ? ഓ, അത് ലാല് വളരെ ഗംഭീരമായിട്ട് ആ കുട്ടീനെ ചേർത്ത് പിടിച്ച് ലാലിൻ്റെ ഫേസിൽ സ്വന്തം കുട്ടീനെ കെട്ടിപ്പിടിച്ച് പാടുന്ന ഒരു ഉപദേശമൊക്കെയാണ് അതിനെ സ്നേഹിക്കുന്നതിൻ്റെ ഒരു സാന്ത്വനത്തിൻ്റെ. സാറ് 2 വരി ഒന്ന് പാടിക്കോട്ടെ സെൽബി? ആ തീർച്ചയായിട്ടും, 2 പറ്റിക്കും മുഴുവനും പാടിക്കോട്ടെ. എന്റെ സൗണ്ട് ഇത്തിരി പ്രോബ്ലം ഉണ്ട്. അത് കുഴപ്പമില്ല സാറേ. ഇതെല്ലാം പാട്ടുകാരും പാടാൻ നേരത്ത് പറയുന്നതാണോ സാറേ? എന്റെ സൗണ്ട് അല്ല, ഇത് അങ്ങനെയല്ല, എനിക്ക് വയ്യായിരുന്നു. അത് കുഴപ്പമില്ല. ഓക്കെ. നീലാ പൈതലേ മിഴി നീർമുത്തു ചാർത്തിയോ കിളിത്തൂവൽ പോൽ അലിപോലുന്ന കൺപീലിയിൽ ഇതളുറങ്ങാത്ത പൂവ് പോലെ നീ അരികിൽ നിൽപ്പൂ തഴുകാൻ താന്തമായി. നീലാ പൈതലേ മിഴി നീർമുത്തു ചാർത്തിയോ കിളിത്തൂവൽ പോൽ അലിപോലുന്ന കൺപീലിയിൽ ഇതളുറങ്ങാത്ത പൂവ് പോലെ നീ അരികിൽ നിൽപ്പൂ